ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായി വീണ്ടും ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ ദുബായിലൊക്കെ തിരിച്ചെത്തിയതിന് ശേഷം ഇന്നിനിപ്പോൾ ഒരു വ്ളോഗൊക്കെ ഇടാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ സമയം 12 മണിയാണ്, ആഫ്റ്റർനൂൺ 12 o'clock. നല്ല നട്ടുച്ചയാണ്, പക്ഷേ ഭയങ്കര കാറ്റും ഭയങ്കര തണുപ്പുമാണ് ഇവിടെ. ഇപ്പോൾ ചൂടൊക്കെ മാറി നല്ല തണുപ്പ് സീസൺ ആണല്ലോ. സോ ഞാനിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. മമ്മിയും ഡെല്ലു മാത്രമാണുള്ളത്. ഡോലുവിനെ നമ്മൾ കുറച്ച് നാളത്തേക്ക് നാട്ടിൽ അപ്പച്ചൻ്റെ അമ്മച്ചൻ്റെയും കൂടെ ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഡെല്ലു മാത്രമേ ഉള്ളൂ. പിന്നെ മമ്മിക്ക് നമ്മൾ കുറച്ച് ക്ലേയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ വെച്ചിട്ട് കുറച്ച് ക്രാഫ്റ്റ് വർക്ക്, ആർട്ട് വർക്ക് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ റൂം എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. സോ ഇപ്പോൾ 12 മണിക്ക് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഡെല്ലുവിൻ്റെ കൂടെയൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ഇനി വൈകിട്ടേ ഞാൻ ഡ്യൂട്ടിക്ക് പോകത്തുള്ളൂ. സ്പ്ലിറ്റ് ഡ്യൂട്ടിയാണ്. പിന്നെ ഈവനിങ് 5 മണിക്ക് പോകും. അപ്പോൾ ഇപ്പോൾ റൂമിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഡെല്ലുവിന് എന്തെങ്കിലും കുറച്ച് ഫ്രൂട്ട്സോ വല്ലതും വാങ്ങിച്ചിട്ട് റൂമിലോട്ട് പോകാം. ഓക്കെ. സ്ട്രോബെറി, ഗ്രേപ്സ് ഒക്കെ ഉണ്ട്. ഞാൻ സ്ട്രോബെറിയാണ് എടുക്കുന്നത്, കാരണം അവൾക്ക് സ്ട്രോബെറി നല്ല ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി കഴിക്കാൻ. സോ നമുക്ക് സ്ട്രോബെറി എടുക്കാം. ഓക്കെ. ഇതിലിപ്പോൾ ഏതിലാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് ഡൗട്ട്. ഇങ്ങനെ എണ്ണി നോക്കിയപ്പോൾ എല്ലാത്തിലും 12 എണ്ണം വെച്ചിട്ടുണ്ട്. സോ ഇത് കണ്ടിട്ട് കുറച്ച് നല്ലതാണെന്ന് തോന്നും. അപ്പോൾ നമുക്കിതെടുക്കാം. ഞാൻ നേരെ നമ്മുടെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഞാൻ ലിഫ്റ്റ് ഇറങ്ങുമ്പോൾ അവിടെ എന്നെ കാത്ത ഡെല്ലും മമ്മിയും നിൽക്കാറുണ്ട്. ഇന്നിപ്പോൾ ഉണ്ടാവുമെന്ന് അറിയത്തില്ല, കാരണം ഇത്തിരി ലേറ്റ് ആയല്ലോ. ഞാൻ സ്ട്രോബെറി വാങ്ങിക്കാൻ വേണ്ടി ഇത്തിരി ലേറ്റായി പോയിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം ഇവിടെ ഉണ്ടോ ഇല്ലയോ. ഇല്ല ഗൈസ്, ഇവിടെ ഇല്ല. ഉണ്ടെങ്കിൽ ഇവിടെ ഈ കോറിഡോറിൽ കാണേണ്ടതായിരുന്നു. ഇങ്ങനെ സ്ട്രോബെറി കൊണ്ടുവന്ന് നമ്മൾ ഡെല്ലൂസിന് കൊടുത്തു. സൂപ്പറാ, ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ വർക്കുകൾ ഇതാണ്, ക്ലേ വച്ചിട്ടുള്ള. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇങ്ങ് എത്തുമ്പോഴത്തേക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടന്നിട്ടുണ്ടാവുന്നു. ഇതെല്ലാമാണ് ക്ലേ വെച്ച് ചെയ്തിരിക്കുന്ന വർക്ക്സ്. തരൂ. അപ്പോൾ ഇത് കണ്ടോ ഗൈസ്, ഇതാണ് നമ്മൾ ക്ലേ വെച്ച് ഇതുവരെ ചെയ്തിരിക്കുന്ന വർക്ക്സ്. ഇതെങ്ങനെ ഉണ്ടോ നോക്കിയേ. ഇത് ഇന്ന് പുതുതായിട്ട് ഉണ്ടാക്കിയതാണേ. അപ്പൊ ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അയ്യോ വേണ്ട, ഇവിടെ ഇരുന്ന് നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് നമ്മൾ ക്രാഫ്റ്റ്സ് വർക്ക് ആയിരുന്നെന്ന്. ഇപ്രാവശ്യം ഫുള്ള് ക്ലേ ആണ്. ക്ലേ കണ്ടോ, കുറച്ച് ക്ലേ വാങ്ങിച്ചു കൊടുത്തിട്ട് പോയതാ. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയായി. ഹായ്, ഐഡിയകൾ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമ്മുടെ കുഞ്ഞി കുരുത്തക്കേടാണ്. അതെ, എന്തോ വായിലുണ്ട് ഈ സമയം. എന്തോ കയ്യിലിരിക്കുന്നേ. സ്ട്രോബെറി കൊടുത്ത് എന്നിട്ട് അവൾക്ക് അത് വേണം. സൂപ്പർ. കഴിച്ചോ. ദാണ്ടേ, ഇതെന്തൊക്കെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യ്. ഇത് പഴയ കാലത്ത് അരി ഇടിക്കുന്ന ഉരുള്. ഓക്കെ. ഇപ്പം ആർക്കും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല കേട്ടോ. ഇത് അരയ്ക്കുന്ന അരകല്ല്. ഇത് കണ്ടോ, അരി ആട്ടുന്ന ആട്ടുകല്ലെന്ന് പറയും. ശരിയാ. ഇതെന്തുവാ? ഇതൊരു ബോള്. ഇത് കണ്ടിട്ടൊരു മൂൺ പോലുണ്ട്. മൂണായിട്ടും പിന്നെ എർത്തായിട്ടും. എർത്ത് കറക്റ്റ്, അത് തന്നെ. ആ ഒരു കളറും കാര്യങ്ങളും. കുടം. ഓക്കെ. ഇത് കണ്ടോ, ചെരുപ്പ്. അയ്യോ, ഇത് ഡോലുവിന്റെ ചെരുപ്പാന്ന് തോന്നല്ലോ. ഡോലുവിന്റെ ചെരുപ്പ് കണ്ടിട്ട് ചെയ്താന്ന് തോന്നല്ലോ. ഇതൊരു ബാഗ്. ഇത് ഫ്ലവർ വേസ്.
ഇതും ഫ്ലവർ വേസ് സൂപ്പർ ആയിട്ടുണ്ട്. ഇതെല്ലാം വേണ്ട. ഈ ഇരിക്കുന്ന പാത്രം എന്താണെന്ന് മനസ്സിലായോ? മുട്ട മേടിച്ച പാത്രമാണ്. മുട്ടപാത്രം. അത് പിന്നെ പണ്ടേ നമ്മള് മുട്ടപാത്രം വെറുതെ വിടത്തില്ലല്ലോ. ഇത് കണ്ടോ? ഇഷ്ടംപോലെ മോഡൽസ് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ടൈം വേണം. പൂക്കള് ഇത് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഞാൻ ഓർത്തതാ വീഡിയോ എടുക്കണം എന്ന്. പക്ഷെ ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. അത് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ കൊടുത്തോ. ഇതാർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ, ഞാൻ കൊണ്ടുതരാം. ഓക്കെ. അതെ അതെ, കൊറിയർ അയച്ചു തരാനൊന്നും പറയല്ല. ഇവിടെ അടുത്തുള്ള ആരെങ്കിലും ആണെങ്കിലും ഞാൻ കൊണ്ടുതരാം. ഈ ഡെല്ലി വെച്ച് ഇഷ്ടം പോലെ ഐഡിയകളുണ്ട് നമ്മുടെ കയ്യില്. ഇനി എന്താ ഇത് വെച്ചുണ്ടാക്കുന്നേ? ഈ യേശു കുഞ്ഞിനെ ഉണ്ടാക്കാൻ പറ്റും, കന്യകാ മാതാവിനെ ഉണ്ടാക്കാം. അങ്ങനെ ഒത്തിരി ആട്, പശു, കോഴി എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ എനിക്ക് ടൈം കിട്ടണം. ടൈം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ തന്നെ മതിയല്ലോ ധാരാളം. ഇതൊക്കെ അങ്ങോട്ട് മോഡലാക്കി അങ്ങോട്ട് ഉണ്ടാക്കിയാ പോരേ. ഈ പാത്രത്തിന്റെ അകത്തും എന്തൊക്കെയോ ഉണ്ട് ഇതിന്റെ ഉള്ളില്. അതിനി തുറന്നാ പോവും. പക്ഷെ ഒന്നും വേസ്റ്റ് ആക്കിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. മനസ്സിലൊരു ചെറിയ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലേ വെച്ച് എന്ത് സംഭവം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെയാണ് ഡിഫറെന്റ് കളർ ക്ലേകൾ നമ്മൾ വാങ്ങിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഫുള്ള് നമ്മൾ ക്രാഫ്റ്റ് വർക്ക്സ് ആയിരുന്നു. ക്ലേയിലോട്ട് ഇപ്പോഴാണ് കൈവച്ചത്. നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഇപ്പം വേറെ എന്തോ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാം നമ്മുടെ സ്ട്രോബെറി. ഇതാ ഇതുപോലൊരു സ്ട്രോബെറി ഉണ്ടാക്ക്. സ്ട്രോബെറി എന്ന് പറയാക്കോ ഇതിനെ? റെഡ് കളർ ആയിരുന്നെങ്കിൽ ഓക്കെ. അതേണ്ട റെഡ് ഉണ്ടായിരുന്നല്ലോ. റെഡും ഗ്രീനും ഉണ്ട്. ബാലൻസ് ഇങ്ങനെ കിടന്നെടുത്ത് ഇങ്ങനെ ചെയ്തതാ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതാണ് ഗൈസ് ഞാൻ കേറി വന്നപ്പോ കണ്ട കാഴ്ചകൾ. അതൊക്കെ എടുത്തു. ഇനിയും കുറെ പാക്കറ്റ് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇനിയും കുറെ ഉണ്ടാക്കുമായിരിക്കും. സോ എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു വീഡിയോ ആക്കി ഇടാന്ന് വിചാരിക്കുന്നു. ഇനി എന്താ? എനിക്ക് കുറച്ച് ബിംബങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഓ, സ്റ്റാച്യൂസ് വേണ്ടേ? അങ്ങനെ ആ ഡ്രസ്സൊക്കെ മാറി ഇനി നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഞാൻ എന്റെ ഫുഡ് ദാണ്ടേ എന്നെക്കായി മുന്നേ ഒരാൾ ഇവിടെ കാക്കയെ കണ്ട് ഫുഡും കഴിച്ചോണ്ട് നിൽക്കുക. ഹായ്, എന്താ തിന്നുന്നേ? പൊരിച്ച മീന്, ചോറ്, പപ്പടം എല്ലാം കഴിക്കും. എന്റെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ ഫ്രൈ, മീൻ കറി, മുളക് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. പിന്നെ നമുക്ക് ലോലിക്ക് അച്ചാറ്, പയറ് തോരൻ എല്ലാം ഉണ്ട്. സോ പോയി ചോറ് കഴിച്ചിട്ട് വരാം. ഓക്കെ. നമ്മുടെ കള്ള എന്റെ പാത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റുന്നു. അയ്യോ അയ്യോ കുഞ്ഞുങ്ങള് എന്ത് വാശിയില്ലാതെ ഫുഡ് കഴിക്കും. കുറച്ച് മോനും കൂടെ ഒഴിക്കാം. ഉള്ള പിജിയോൺ വന്നിട്ടുണ്ട്. പിജിയോൺ, വൈറ്റ് പിജിയോൺ, ബ്ലാക്ക് പിജിയോൺ. ഹായ് ഫ്ലൈ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഞാനും ഡെല്ലൂസും ഇവിടെ റൂമിൽ ഉറങ്ങാൻ കിടന്നു. അപ്പം ഇതാണ് നമ്മുടെ റൂമിൽ നിന്നിട്ടുള്ള വ്യൂ. ഇവിടെ ഫുൾ അങ്ങ് പിജിയോൺസ് ആണ് കണ്ടോ. അവിടെ ഇപ്പോൾ എല്ലാവരും പോയിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ വന്നിരിക്കും. ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് അവർ വരാത്തത്. അതുകൊണ്ട് നമ്മുടെ ഡെല്ലൂസ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ്.
കുറച്ച് നേരം ഉറങ്ങത്തുള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇനി രാത്രിയിലേ ഉറങ്ങത്തുള്ളൂ. ഈ സമയം വേണം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ അവൾ ഉറങ്ങുമ്പോൾ ഞാനും കൂടെ കിടന്നുറങ്ങും. അങ്ങനെ അപ്പോഴത്തേക്കും വീണ്ടും വൈകിട്ടായി. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി റെഡിയായി. ഇനി ചായയും സ്നാക്സും ഒക്കെ കഴിച്ചിട്ട് വീണ്ടും തിരിച്ച് ഡ്യൂട്ടിക്ക് പോവാണ്. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇല വെച്ചുണ്ടാക്കിയതാണ്. ഓക്കെ, ഇത്രയൊന്നും ഞാൻ കഴിക്കത്തില്ല കേട്ടോ, 2 എണ്ണേ കഴിക്കും. അവളുടെ നോട്ടം മൊത്തം എൻ്റെ സാധനത്തിൽ. അമ്പട പൊളിച്ചോ, ആടാ കള്ള, തരത്തില്ല. നീ ഇപ്പൊ കഴിച്ചിട്ട് വന്ന് ഇങ്ങോട്ട് ഇരുന്നതേ ഉള്ളൂ. തന്നെ ഇങ്ങ തന്നേ. നോ, നോ നോ നോ. അങ്ങനെ ഗൈസ് ഞങ്ങൾ പോവാണ്. ലിഫ്റ്റും കാത്ത് നിൽക്കുകയാണ്. യെസ്, ബൈ. ഇനി നമ്മൾ വൈകിട്ട് രാത്രി കാണുമല്ലോ. ടാറ്റ, ബൈ ബൈ ബൈ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഞാൻ വരുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത ക്ലേ വർക്ക്സും മറ്റ് വർക്ക്സുകളും ഒക്കെ ആയിട്ട് നമ്മൾ സ്ട്രോബെറി ഒക്കെ കഴിച്ച് അങ്ങ് പോവും. ലിഫ്റ്റ് തുറന്നു, ഞാൻ പോവാണ്. ഹലോ ഗൈസ്, ഞാൻ പോവാണ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും പുതിയ വ്ളോഗുമായിട്ടൊക്കെ വരാം. അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തിയാണ്. വ്ളോഗ് നമ്മൾ വലുതാക്കുന്നില്ല. വീണ്ടും നമുക്ക് ഡെയിലി വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. എന്തായാലും അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.